ഉടനെ ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രിയങ്കരായ ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അക്കാലത്ത് അവരുടെയൊക്കെ സിനിമ കാണുമ്പോൾ ചെയ്യാത്തതിൻ്റെ കഥാപാത്രം ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഏതെങ്കിലുമൊക്കെ കഥാപാത്രം കണ്ടപ്പോൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതെനിക്ക് ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ സ്വയം ആഗ്രഹം തോന്നിയ കഥാപാത്രങ്ങൾ. ഇപ്പോൾ കിരീടത്തിലെ ക്യാരക്ടറില്ലേ മോഹൻലാൽ ചെയ്തത്, ആ ക്യാരക്ടറൊക്കെ ഒരു നടൻ ചെയ്തു കഴിഞ്ഞാൽ അത് സ്റ്റാറാണ്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പടം ചെയ്യാൻ പോകുന്നത് ആശ എന്ന് പടം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉർവശി ചെയ്യാനിരിക്കുന്ന ക്യാരക്ടർ സ്ത്രീ കഥാപാത്രം. സത്യം ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ സ്ത്രീയാണ്. പക്ഷേ എനിക്കത് കാരണം ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ടതല്ല എങ്കിൽ ഉർവശി. ഞാനത് പഴയ കാലത്തെ സിനിമകളിൽ അങ്ങനെ ഇഷ്ടം തോന്നിയ കഥാപാത്രം അല്ല, അതെനിക്ക് കുഞ്ഞോനാച്ചൻ എനിക്ക് ഇഷ്ടം തോന്നിയ കാര്യം. അതെ, അരനാഴിക. ഈ കാലത്തും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളുടെ ഒരു പുതിയ വരവില്ലേ ഇപ്പോഴത്തെ? അതെങ്ങനെയാണത്? അവരുമൊക്കെ അവരുടെ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിജയരാഘവൻ എന്ന കുട്ടേട്ടനെ വിളിക്കാറുണ്ട്. അവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരാൾ. അല്ല, ഞാൻ വിളിക്കുന്നത്, ഞാൻ അതൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലാണ് എന്നെ പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ അവർ സാധാരണ ഞാനങ്ങനെ ഇഫ് മെത്തേഡാണ്. ഇഫ് ഐ ആം ഇൻ ദാറ്റ് പൊസിഷൻ, അല്ല ഇഫ് ഐ ആം ഇൻ ദാറ്റ് സിറ്റുവേഷൻ, അങ്ങനെ ആണ് അവരുടെ കഥാപാത്രങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ഞാനങ്ങനെയല്ല. അയാൾ അങ്ങനെയാണ്. അയാൾ എങ്ങനെയുള്ള ആളാണ്, അയാളെങ്ങനെ ഇരിക്കും, അതുപോലെ ആവണമെന്നാണ് ഞാൻ കഥാപാത്രത്തെ സമീപിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ കോമഡി കഥാപാത്രം, ഞാൻ കോമഡി ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു കോമഡി ക്യാരക്ടറായിട്ടേ മനസ്സിൽ കാണാറില്ല. അയാളങ്ങനെ. അപ്പം ശിപ്പായിലെ കളയിലൊരു വുമണൈസറായിരുന്നു ഒരാളൊരു ചെറിയ പഞ്ചാരയാണ്, വലിയ പൈസക്കാരനൊക്കെ. പക്ഷേ സ്ത്രീകൾ പുള്ളിക്ക് വീക്ക്നെസ്സാണ്. ഇത് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കുക. നമ്മളിത് വളരെ കാര്യമായി സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. പ്രേക്ഷകനത് തമാശ തോന്നുന്നത്. ഇത് ശിപ്പായിലകളെ പറഞ്ഞ വളരെ നോട്ടബിൾ ആയിട്ടുള്ള മേലെപ്പറമ്പിലാണ് വീട്. ഒരു തടിയൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ വിജയരാഘവനെ പോലെ ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് കാണാത്തൊരു കഥാപാത്രമായിരുന്നു ആ കാലത്തല്ലേ അത്. അതെ അതെ. അതുപോലെ ഈ ചേറാടിക്കറിയ അങ്ങനെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ചേറാടിക്കറിയ എന്ന ആ കഥാപാത്രം വിജയരാഘവൻ കുട്ടേട്ടൻ ചോദിച്ചു, ഇത് മതി, ഇത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നൊരു നിലയിൽ ചോദിച്ചു വാങ്ങിയതാണെന്ന് കേൾക്കുന്നത്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞത്. രഞ്ജിപ്പണിക്കർ എനിക്ക് വേണ്ടി അന്ന് എഴുതി വെച്ചത് പോലീസ് ഓഫീസർ. അപ്പം എല്ലാ പടങ്ങളും ഞാൻ ഉണ്ടാകും. അപ്പം ഈ പടത്തിൽ എന്താടോ എഴുതുന്നത് പോലീസ് ഓഫീസർ. ഞാനില്ല പോലീസ് ഓഫീസർ. അങ്ങനെയാണ്. അപ്പോൾ ഒരു വയസ്സമ്മേഷം. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് വേറൊരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ ഈ ചേറാടിക്കറിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഏതോ ഒരു സീനുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ വേഷമൊക്കെ കെട്ടി മീശൊക്കെ വെച്ച് ഫുൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്തുള്ളതാണ്. പുള്ളി പോലീസ് ഓഫീസർ. അന്ന് പുള്ളി DYSP-യാണ്. ഞാൻ ഈ ചേറാടിക്കറിയ പോലെ മുണ്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് പുറത്തൊരു ഒറ്റ അടി കൊടുത്തു. ഇവൻ തിരിഞ്ഞോക്കി ഇവൻ്റെ മുഖം താൻ ആരാടോ എന്നുള്ള ലൈൻ. അപ്പം ഞാൻ ചിരിച്ചു പോയി. അപ്പോഴേ പുള്ളിക്ക് മനസ്സിലായത്. പെട്ടെന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ആൾക്കാർ എടുക്കും. എനിക്കത് അന്നത്തെ കാലത്ത് പേടിയുണ്ട്. ഇപ്പോഴെനിക്ക് ഏത് കഥാപാത്രം എടുത്താലും എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാം. എന്താ അറിയോ, ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കാമെന്നുള്ള അവസ്ഥ പ്രേക്ഷകരിലും ഉണ്ട്. അയാൾ ഇതൊക്കെ ചെയ്യും, ക്യാരക്ടർ സേഫ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഏത് രൂപത്തിൽ കണ്ടാലും. പണ്ടതില്ലല്ലോ. ഇപ്പം ഞാൻ ചേറാടിക്കറി ചെയ്യാൻ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. നല്ല ചേഞ്ച് ഉണ്ടാവും അല്ലേ? അത് അല്ല, അന്നത്തെ അത് ഒരു ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കണം. അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോളേജ് പയ്യനായിട്ട് അഭിനയിക്കുന്നത് എന്നെ കണ്ടാൽ ഒരിക്കലും വിജയരാഘവൻ എന്നുള്ള ഓർമ്മ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്വല്പം ഒരു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ നാടകത്തിൻ്റെ ഒരു ബലമുണ്ട് അതിലല്ലേ? എൻ്റെ അഭിനയത്തിൻ്റെ എല്ലാ പിൻബലവും നാടകമാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്.